രമണീ അനശ്വര കലാകാരനായിരുന്ന സദേട്ടൻ സദേട്ടൻ നമ്മുടെ രംഗത്ത് എത്തിയിട്ട് ഒരു വർഷം തിരികെയാണ്. അദ്ദേഹം കലോത്സവ വേദികളിലെല്ലാം തന്നെ ചേറന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഉയർത്തിപ്പിടിച്ച ഒരു കലാകാരനാണ്. ഒന്നും ഒരു കുടുംബത്തെ പോലെ തന്നെ കലയെ ചേർത്ത് പിടിച്ച സദേട്ടൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ വിവരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പ്രോഗ്രാമിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ സത്യവ്രതൻ മാസ്റ്ററെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ് മദനൻ സാറാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പുരസ്കാരം കൈമാറുന്ന സദേട്ടൻ്റെ മകൻ രഞ്ജിത്തിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യട്ടെ. പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പ്രഥമ ധനാന സദൻ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് KG ആർട്സിലെ ശ്രീ VP സുബീഷാണ്. അദ്ദേഹത്തെ ഹാർദവമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അദ്ദേഹത്തിന് പൊന്നാട അർപ്പിച്ച് ആദരിക്കുന്നത് ശ്രീ രവീന്ദ്രൻ അവர்களுം ശ്രീ ശിവാനന്ദൻ അവர்களுമാണ്. രണ്ടുപേരെയും ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദേട്ടൻ്റെ ഓർമ്മകൾ സംസാരിക്കുന്നത് പ്രമീന രഞ്ജിത്താണ്. കൂടാതെ ഷാജിയും അവരെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര ജേതാവ് അദ്ദേഹത്തിന് മറുപടി പ്രസംഗം അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തിട്ടു. കൂടാതെ ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് സദേട്ടൻ്റെ മകളുടെ ഭർത്താവ് പ്രതീഷ് ബാബുവാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെ പേര് എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കാൻ സത്യവ്രത മാഷ ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സദേട്ടൻ രമണി ചേച്ചിയുടെയും ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് നമ്മളൊന്നും കരുതിയതല്ല. വിധിയാണ് ഇതൊക്കെ. കലാകാരന്മാർക്ക് എന്നും ഒരു അത്താണിയായിരുന്നു ഈ വീട്. ഈ വീടിന്റെ കുറ്റൂച്ച അല്ലെങ്കിൽ പ്രവേശനം നടക്കുന്ന സമയത്ത് സദേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിലെ വാതിലുകൾ എന്നും കലാകാരന്മാർക്ക് തുറന്നിട്ടിരിക്കും. അന്നൊക്കെ ഞങ്ങൾ തമാശയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വീടിന് വാതിലൊന്നും വെച്ചിട്ടില്ലേ. പക്ഷെ അത് അനർത്ഥമായിക്കൊണ്ട് ഒരുപാട് കലാകാരന്മാർക്ക് ഇവിടെ ഒരു ആശ്രയമായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട പേരുകളുണ്ട്. നിലമ്പൂർ സുകുമാരേട്ടൻ, നമ്മുടെ മഞ്ചേരി സരോജ ടീച്ചർ, പ്രതാപേട്ടൻ തുടങ്ങിയ ഒരു ടീം ഈ വീട്ടിലെ രമണി ചേച്ചിയുടെ ഭക്ഷണവും കഴിച്ച് ഈ പാറപ്പുറത്തിന്റെ ഏരിയയിലൂടെ വിലസി കുറെ കാലം ജീവിച്ചതാണ്. വളരെയധികം എന്നെയൊക്കെ കലാരംഗത്ത് വളർന്നു വരുന്ന സമയത്ത് എന്നെയൊക്കെ കൈപിടിച്ചുയർത്താൻ സഹായിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ഏട്ടൻ തന്നെയാണ് സദേട്ടൻ എന്ന് പറയുന്നത്. എൻ്റെ ബാല്യകാലത്ത് എനിക്ക് വണ്ടികളൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത സമയത്ത് പോലും ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് കൃഷ്ണകുട്ടി മാഷിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ചേനഞ്ചേരി വേണമെങ്കിൽ രാത്രി ഇവിടുന്നാണ് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുക. ഒരുപാട് ദുഃഖം നിറഞ്ഞ ഓർമ്മകൾ മനസ്സിൽ കൂടി ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. വളരെ വിനയത്തോടെ, അല്പം പോലും അഹങ്കാരമില്ലാത്ത, എല്ലാവരെയും കണ്ടാലും ചിരിക്കുന്ന, ആരോടും ഒരു വകഭേദമില്ലാതെ പെരുമാറുന്ന സദേട്ടന്റെ ആത്മാവിന് മുമ്പിൽ ഒരു പിടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു നിയോഗം പോലെ ഒരാഴ്ചയായിട്ടുള്ളൂ ഷാജി ഇങ്ങനെ ഒരു വിവരം എന്നോട് പറഞ്ഞിട്ട്.
കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അവൻ തന്നെയാണ്. ഓടി നടന്നുകൊണ്ട് കാസർഗോഡ് നിന്നും ഒക്കെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടും ഈ ഒരു പരിപാടി എങ്ങനെയും നടത്തണമെന്ന് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ ശേഷമാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ആലോചിക്കുകയും രഞ്ജിത്തും സാഗറും അടങ്ങുന്ന ആ ടീം ഇതിന് വളരെ സജീവമായിട്ട് വരികയും ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് അപാകതകൾ ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടാവും. ഞാൻ സംസാരിക്കുന്നത് എല്ലാവരോടും കൂടിയിട്ടാണ്. അതുകൊണ്ട് അനുസ്മരണ സമിതിയുടെ ഭാഗത്തു നിന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ വിളിക്കേണ്ടവരെ വിളിച്ചിട്ടുണ്ടാവില്ല, പലരെയും വിട്ടുപോയിട്ടുണ്ടാവും. സദയം എല്ലാവരും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം. തുടർന്ന് അങ്ങോട്ട് സദയോടൊപ്പം സദയുടെ പ്രധാന ശിഷ്യനെ പോലെ തന്നെ ഹർഷൻ KG യാണ് ഞങ്ങൾ ആദ്യം മനസ്സിൽ ഓർമ്മിച്ചത്. ഹർഷയായിട്ട് നിന്ന് ജീവിക്കുന്നത് സുബീഷിന്റെയും പ്രബീഷിന്റെയും പ്രവർത്തനത്തിലൂടെ ആണ് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരേ സ്വരത്തിലാണ് സുബീഷിന്റെ പേര് നിർദ്ദേശിച്ചത്. ചേളന്നൂരിലെ അഭിമാനമായിട്ട് വളർന്നു വരുന്ന സുബീഷിന് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായതിൽ സദയറിന് ഏറ്റവും സന്തോഷിക്കുന്നുണ്ടാവും. ഹർഷന്റെ പുരസ്കാരം സദയറിന് നൽകാൻ അന്നും ഞാൻ തന്നെയായിരുന്നു ഇത് ചെയർമാൻ. എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ സദയറിന്റെ പുരസ്കാരം ആദ്യമായിട്ട് ഹർഷന് നൽകുന്ന പോലെ തന്നെയാണ് നിങ്ങൾ സുബീഷിന് നൽകുന്നത്. ഇനിയും ഒരുപാട് കാലം സുബീഷിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ ഇതൊരു പ്രചോദനമായിരിക്കും. എപ്പോഴും നമ്മൾ ഇത്തരം പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുക അവസാന കാലത്തേക്ക് എത്തിയ ആൾക്കാർ, എന്നെ പോലത്തെ ആൾക്കാർക്കാണ്. അവർക്ക് ഇനി അത് കിട്ടിയിട്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവാൻ തോന്നുന്നില്ല. സുബീഷിന്റെ പ്രവർത്തനത്തിൽ ഇനി അങ്ങോട്ട് ഞാനൊരു പുരസ്കാര ജേതാവാണ് എന്നൊരു തോന്നുന്നു. തന്റെ പ്രവർത്തനത്തിന്റെ പാതയിൽ ഒരുപാട് മികവുകൾ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. സദയത്തിന്റെ പേരും കൂടി ഇനി ലോകത്തിന് മുമ്പിൽ അറിയിക്കേണ്ടത് സുബീഷിന്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് വളരെ നല്ല ഇനി ഒരുപാട് പുരസ്കാരങ്ങൾ നൽകാൻ കിട്ടാനും സുബീഷ് സാധിക്കട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നേരം ഞാൻ സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന മൻസൂർ മാഷും നമ്മുടെ ക്യാമറാമാനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ജനങ്ങൾ കേൾക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ സദയത്തിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരുപാട് സമയം ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നമ്മളെ കൈവിട്ടു പോയ നമ്മളൊക്കെ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൈ പിടിച്ചു തരിക എന്നൊരു ഏർപ്പാടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ വലത് കൈയിൽ നിന്നെ പിടിക്കുന്ന സമയത്ത് മരണം വരെ ഈ കൈകൾ സുരക്ഷിതമായിട്ട് എന്നോടൊപ്പം ഉണ്ടാവും എന്നൊരു ഉറപ്പ് കൊടുക്കലാണ് അഗ്നി ജ്വലിക്കുന്ന ആ ദീപനാളത്തിന് മുമ്പിൽ നമ്മളൊക്കെ ചെയ്ത് നമ്മളൊക്കെ വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾക്കത് സാധിക്കാറില്ല. ഈ കൈകൾ വിട്ടിട്ട് ഒരാളോ മറ്റാളോ യാത്ര പറഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറ്, വളരെ അപൂർവമായിട്ട്. ആ പറഞ്ഞ വാഗ്ദാനം അപ്പടി സദേട്ടൻ സ്വീകരിച്ചു. യാത്രയാവുമ്പോൾ തന്റെ ഇഷ്ടപ്പെട്ട പ്രിയതമ രമണി ചേച്ചിയും കൈപിടിച്ച് നമ്മളിനൊക്കെ കൊണ്ടുപോയി. ഏതായാലും അദൃശ്യമായിട്ട് നിന്നുകൊണ്ട് ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവാം, ഒരുപക്ഷെ ദുഃഖിക്കുന്നുണ്ടാവാം. എന്തായാലും ആ രണ്ടുപേരുടെയും ആത്മാവിന് മുമ്പിൽ ഒരു 100,000 അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഈ അനുസ്മരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് മകരൻ സാറാണ്. മകരൻ സാറ് നമ്മുടെ ഓൺലൈനിലും ഈ പ്രോഗ്രാമിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി മകരൻ സാറ് ആദ്യം ക്ഷണിക്കുന്നു. നമസ്കാരം കലാസ്നേഹികളെ. പ്രശസ്ത ചിത്രകാരനും ശില്പിയും നാടക മേക്കപ്പ് ആർട്ടിസ്റ്റും നാടക സംവിധായകനുമായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ധരാന സദന്റെ 1ാം ചരമവാർഷികത്തിന് അദ്ദേഹത്തെ അനുസ്മരണത്തിന് വേണ്ടി അനുസ്മരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അനുസ്മരണ സമിതിയാണ് ഇന്ന് എന്നെ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അതിന് അവരോട് ഞാൻ ആദ്യം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ 1ാം ചരമദിനത്തിൽ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ശ്രീ ജ്യോതിഷാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വളരെ പ്രശസ്തനായിട്ടുള്ള സമിതി ചെയർമാനായിട്ടുള്ള ശ്രീ കലാമണ്ഡലം സത്യവ്രതൻ മാസ്റ്ററാണ്.
ഈ ചടങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നാടക സംവിധായകനും നടനൊക്കെ ആയിട്ടുള്ള ശ്രീ രവിവർമ്മയാണ്. അനുസ്മരണ സമിതി ഇപ്രാവശ്യം തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തി പുരസ്കാരം കൊടുക്കുന്നത് ചേളന്നൂരിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള നാടകത്തിൻ്റെ ചിത്രകാരൻ, ശില്പി എന്നീ നിലകളിലെല്ലാം വളരെ പ്രസിദ്ധനായിട്ടുള്ള KG ഹർഷൻ മാസ്റ്ററുടെ അരുമ ശിഷ്യനായിട്ടുള്ള സുധീഷിനാണ് ഈ പുരസ്കാരം 1ാം ചരമവാർഷിക ദിനത്തിൽ നൽകപ്പെടുന്നത്. ഈ അനുസ്മരണ സമ്മേളന ചടങ്ങിന് ഷിബു മുത്താട്ട്, സുകുമാരൻ ഭാഗവതർ, കൂടാതെ ഗിരീഷ് PC പാലം, പ്രതാപൻ കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ, അനുസ്മരണ ചടങ്ങിൽ, ഇന്നത്തെ ചടങ്ങിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നതോടൊപ്പം ഭരണസദൻ്റെ 1ാം ചരമവാർഷിക സമ്മേളനം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. സദേട്ടനും രമണി ചേച്ചിക്കും പ്രണാമം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ ലോകത്താണല്ലോ. ഈ സംഭവം എന്നെ വിളിച്ചു പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു നെട്ടലാണ് എനിക്ക് ഉണ്ടാക്കിയത്. ഞാൻ കൂടിക്കഴിയേണ്ട ഒരു പരിപാടിയാണിത്. ഇതിൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയത് കാരണം എനിക്ക് ആ മീറ്റിങ്ങിൽ ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ല. സദേട്ടനെ പറ്റി പറയാന്ന് പറയുമ്പോൾ ഒരുപാട് പറയാം. ഈ വീടിനെ പറ്റി പറയാം. എനിക്ക് അർഷേട്ടനെ പോലെ തന്നെയായിരുന്നു സദേട്ടൻ. അർഷേട്ടൻ്റെ വീടുമായി തന്നെയായിരുന്നു ഈ വീട്. ഒരുപാട് യാത്രകൾ പരിപാടിക്കായാലും അല്ലാണ്ടും സദേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രകളിലൊക്കെ സദേട്ടൻ ഒരുപാട് കഥകൾ പറയും. ജീവിതത്തിനെ പറ്റി പറയും, കലയെ പറ്റി പറയും. പിന്നെ സദേട്ടൻ്റെ കണ്ണുനീരൊക്കെ സന്തോഷത്തിലും അല്ലാണ്ടൊക്കെ വരുന്നത് ഞാൻ ഒരുപാട് അനുഭവിച്ചാണ്. എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് ഓർമ്മകൾ എന്ന് പറയുന്നൊരു ദിവസം, അതൊരു വേദനയുള്ള ദിവസം തന്നെ. ആ ഒരു ദിവസം ഇങ്ങനൊരു അംഗീകാരം എനിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതെനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്താ വെച്ചാൽ സദേട്ടൻ്റെ കൂടെയും അർഷേട്ടൻ്റെ കൂടെയും ജീവിക്കാൻ കഴിയുക, അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അവരുടെ ഉപദേശങ്ങൾ തേടാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ഒരു ആൾക്ക് എന്താ പറയുക ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെ. എനിക്കും പ്രതീക്ഷനും ഷാജിക്കും അങ്ങനൊക്കെ ഒരുപാട് ആളുകൾക്ക് അത് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അർഷേട്ടൻ നഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നു സദേട്ടനായിരുന്നു. സദേട്ടനോട് നഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു അനാഥനായ അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ ഉള്ളിൽ ഇവർ രണ്ടുപേരും വരും, അവർ ശക്തി തരും. അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ഒരു വിജയം ഉണ്ടാക്കി തരുന്നുണ്ട്, ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ വാക്കുകളൊക്കെ ഉണ്ടോ. എന്തായാലും ഈ ഒരു അംഗീകാരത്തിന് എന്നെ അർഹനാക്കിയ ഈ അനുസ്മരണ സമിതിക്ക് എന്നെ നന്ദി പറയാനും കുടുംബത്തിനും ഇവിടെ എല്ലാവർക്കും. പിന്നെ ഈ ഒരു ക്യാഷ് അവാർഡ് അത് സദേട്ടൻ്റെ വരും വർഷങ്ങളിലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഞാൻ ഈ സമിതിയെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഈ പുരസ്കാരവും ഞാൻ അർഷേട്ടന് സമർപ്പിക്കാൻ എല്ലാവർക്കും നന്ദി. ഇനി അടുത്തത് സദേട്ടന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. മരുമകളായി ഈ വീട്ടിലേക്ക് കടന്നു വന്ന് മകളായിട്ട് മാറിയ പ്രമിന രഞ്ജിത്താണ് സദേട്ടനുമായിട്ടുള്ള ബന്ധങ്ങളും ഓർമ്മകളും പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അച്ഛന്റെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സദേട്ടന്റെ ഓർമ്മ ദിനമാണ് 2020 ഈ ഒരു ദിവസം. ഞങ്ങൾ അത്രയും ഓർക്കാൻ പോലും അത്രയും സങ്കടപ്പെടുന്ന ഒരു ദിവസമാണിന്ന്. എന്താ വെച്ചാൽ അച്ഛൻ അമ്മയെയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് നഷ്ടമായ ദിവസമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്രയും സ്നേഹങ്ങൾ മാത്രം
ഞങ്ങൾക്ക് എന്താണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. അച്ഛൻ കുടുംബത്തിനെ പോലെ തന്നെ ഒത്തിരി കലയെ സ്നേഹിച്ചിരുന്നു. കലയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റെത്. അത് ഞാനിവിടെ എത്തിയിട്ട് 10 വർഷമായി. ആ ഒരു കാലയളവിൽ ഞാൻ അച്ഛനെ കണ്ട് പഠിച്ചത് അച്ഛനൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ അച്ഛന് ഉറക്കമോ ഊണോ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ അത് പെർഫെക്റ്റായി ചെയ്തിട്ട് വേണം അച്ഛന് വേറെ ഒന്നും ഉണ്ടാവുള്ളൂ. സദുപാപ്പൻ എൻ്റെ പാപ്പൻ മാത്രമായിരുന്നില്ല, എൻ്റെ ഒരു വലിയ ഗുരുനാഥൻ കൂടിയായിരുന്നു. ഈ കലാഫീൽഡിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് സദുപാപ്പനായിരുന്നു. സദുപാപ്പൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട് ആത്മാവിന് നിത്യശാന്തി നൽകിക്കൊണ്ട് സദാത്തിനെ പറ്റിയിട്ടോ അരുണിയച്ചെ പറ്റിയോളം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പറയണം. ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത് സദാട്ടൻ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം മാത്രമാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ഉപദേശം ചെയ്തിരുന്നു. ആത്മാർത്ഥമായിട്ട് കലയോടും അതേപോലെ തന്നെ മനുഷ്യരോടും പെരുമാറിയിരുന്നു. ഒരു വകഭേദവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എല്ലാ കാലത്തും നമ്മൾ സ്മരിക്കേണ്ടതാണ്. അവരുടെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം ആദ്യമായി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ നമ്മുടെ ശ്രീ സുബീഷിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അക്ഷരമായി തന്നെ പകർന്നു. പിന്നെ ഈ ഒരു പുരസ്കാരം ഞങ്ങൾക്ക് നിങ്ങളെ അക്ഷരം ഞങ്ങളെ വളർത്തിയ വളരെ സന്തോഷം. ധരാന സദേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ജൂലൈ 18. നമുക്കറിയാം, സദേട്ടൻ അനുസ്മരണ സമിതി ഈ പ്രാവശ്യം ഓൺലൈനിലൂടെ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ്. ഒരു പ്രത്യേകത കൂടി, സദേട്ടൻ്റെ പേരിലുള്ള പുരസ്കാരം നമ്മുടെ നാട്ടുകാരനായ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനായ ചിത്രകാരൻ ആർട്ടിസ്റ്റ് സുബീഷിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സുബീഷിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന കലാകാരനായിരുന്ന, ചിത്രകാരനായിരുന്ന, ശില്പിയായിരുന്ന, നാടക കലാകാരനായിരുന്ന പ്രിയങ്കരനായ സദേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ കോപ്പുകൈയോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരളത്തിലെ പ്രശസ്ത കലാകാരനായിരുന്ന ധരാന സദേട്ടൻ ഓർമ്മയായിട്ട് ജൂലൈ 18 ഒരു വർഷം പിന്നിടുകയാണ്. ഈ കോവിഡ് മഹാമാരി കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ധന്യമാക്കുന്നതിന് അനുസ്മരണ സമിതി വലിയ വിപുലമായ ചടങ്ങുകൾ ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചു. നിരവധി സ്കൂൾ കലോത്സവ വേദികളെ ധന്യമാക്കിയ സദേട്ടൻ മേക്കപ്പ്, ചിത്രകല, നാടകം തുടങ്ങിയ മേഖലയിൽ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ ഓർമ്മകൾക്കുണ്ട് ഓർമ്മകൂട്ടുകയാണ്. ജൂലൈ 18 ചായൻ സദേട്ടൻ്റെ അനുസ്മരണ ദിനമാണ്. ഈ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ 1000 ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ധരാന സദൻ ഓർമ്മയിലെത്തുമ്പോൾ എനിക്ക് ഒറ്റ വാചകമാണ് മനസ്സിൽ ഓർമ്മയെത്തുന്നത്. ഒരു പ്രതിഭാശാലിയായ ശില്പിക്ക് തനിക്കുചിതമായ ഒരു ശില കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രതിഭാധനനായ ചിത്രകാരന് തൻ്റെ ഭാവനയ്ക്കൊത്ത് വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസ് കയ്യിലില്ലാത്ത ഒരവസ്ഥ. ധരാന സദൻ്റെ പ്രതിഭകളൊക്കെ, പ്രതിഭാവിലാസങ്ങളൊക്കെ നമ്മളിൽ പലരും കണ്ടത് ഏതെങ്കിലും ചില നാടകത്തിൻ്റെ പിൻകർട്ടനുകൾ വരയ്ക്കുന്നതിലും, നാടകത്തിലും ബാലയിലും നൃത്തത്തിലൊക്കെ നമ്മൾ സ്ഥായിയായി കാണുന്ന ചില കഥാപാത്രങ്ങൾക്ക് ചമയമൊരുക്കുന്നതിലും മാത്രമായിരുന്നു. പക്ഷേ ഏറെക്കാലത്തെ അനുഭവ പരിചയമുള്ള, ഞങ്ങൾ തമ്മിലുള്ള
സംസർഗത്തിൽ പറയാറുള്ള പല കാര്യങ്ങളിൽ നിന്നും അന്നും ഇന്നും എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ, സാധ്യതകളുള്ള ഒരു കലാകാരനായിരുന്നു ഘരാന സദൻ. ഒരു തരത്തിൽ പറഞ്ഞ അകാലത്തിൽ തന്നെയാണ് പല പ്രതിഭകളും നമ്മോട് യാത്ര പറഞ്ഞു പോകുന്നത്. സദനും അങ്ങനെ തന്നെയായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പുണ്ട് സദൻ്റെ ആയുസ് കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലല്ല, കൂടുതൽ അവസരങ്ങൾ തൻ്റെ പ്രതിഭയെ മുഴുവനില്ലെങ്കിൽ ഒരു 90% പ്രതിഫലിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഘരാന സദൻ്റെ ചിത്രവും പ്രശസ്തിയും ഒക്കെ വേറൊരു തലത്തിലാകുമായിരുന്നു. ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ട ആ പ്രതിഭാധനൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിറഞ്ഞ ദുഃഖത്തോടെ, വേദനയോടെ ആദരാഞ്ജലികൾ. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ സഹധർമ്മിണിയും നല്ലൊരു ശില്പിയും ചിത്രകാരനും മേക്കപ്പ് ആർട്ടിസ്റ്റും അതിലുപരി നല്ലൊരു സംഗീത ആസ്വാദകനായിരുന്ന ഞങ്ങളുടെ സുഹൃത്ത്, കുടുംബ സുഹൃത്തുമാണ്. ഞങ്ങൾ ജാതീയ നൃത്ത കലാക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മൂപ്പരായിരുന്നു അതിൻ്റെ അണിയറ ശില്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഒപ്പം പോയ സഹധർമ്മിണി രമണി ചേച്ചിയും ഘരാന സദൻ എന്ന പ്രശസ്ത ആർട്ടിസ്റ്റിൻ്റെ അഭാവത്തിൽ ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയാണ്. സദേട്ടനും രമണി ചേച്ചിക്കും അവരുടെ ആത്മാവിനെ ആദ്യമായിട്ട് ശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സദേട്ടൻ നമുക്ക് 1985 മുതൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് നൃത്തശില്പങ്ങൾ, ബാലെ, പറയാൻ പറ്റില്ല എന്നാ തീരത്ത് അത്രയും ഒരുപാട് കർട്ടൻ സെറ്റുകൾ, അങ്ങനെ കവിതകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ രംഗത്ത് പരിചയപ്പെടുത്താനും ഒരുപാട് ആൾക്കാരിലേക്ക് അതിൻ്റെ നന്മകൾ എത്തിക്കാനും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളാണ്. പറഞ്ഞാൽ തീരില്ല, അത്രയും ഓർമ്മകളാണ്. അങ്ങനെയുള്ള സദേട്ടനെ ജാതീയ കലാക്ഷേത്രത്തിൻ്റെ സ്റ്റുഡൻസും ഞങ്ങൾ എല്ലാ സ്റ്റാഫുകളും എല്ലാവരുടെ ഓർമ്മയ്ക്കായിട്ട് എന്നും സ്മരിക്കുന്നു. രമണി ചേച്ചിക്കും സദേട്ടനും എല്ലാം ആത്മശാന്തി കിട്ടുന്ന നേർന്നുകൊണ്ട് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നു. സദേട്ടനെ പറ്റി പറയുമ്പോൾ സദേട്ടൻ എൻ്റെ കുടുംബ സുഹൃത്തും ആത്മാർത്ഥ സുഹൃത്തുമായിരുന്നു. ഏകദേശം 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ നൃത്തത്തിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയം അന്നത്തെ പ്രശസ്ത ഡാൻസർ ശ്രീധരൻ മാസ്റ്റർ, VP ബാലകൃഷ്ണൻ മാസ്റ്റർ അവർക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നണിയിൽ ചായം ചമയത്തിന് വേണ്ടി വരുന്ന 2 കലാകാരന്മാരുണ്ടായിരുന്നു. സദേട്ടനും ഒപ്പം കൃഷ്ണൻകുട്ടി മാഷും, കാക്കൂരുള്ള കൃഷ്ണൻകുട്ടി മാസ്റ്റർ. അന്ന് മുതലേ രണ്ടാളുമാണ് പരിപാടികൾക്ക് വരിക. അവരുടെ ടീമുണ്ടാവും. ശ്രീധര മാഷ പരിപാടിക്കും ബാലകൃഷ്ണ മാഷ പരിപാടിക്കും അങ്ങനെ അതിൽ കണ്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ശ്രീധരൻ മുണ്ടങ്ങാട് എന്നുള്ള പ്രശസ്തനായുള്ളൊരു സംഗീതജ്ഞൻ്റെ ട്രൂപ്പുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അതിൽ ഇവർ തന്നെയായിരുന്നു, സദേട്ടൻ തന്നെയായിരുന്നു അതിൻ്റെ ചായയും ചമ്മയും. അവർക്കൊരു കലാസിന്ധു എന്നുള്ള ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, പുതിയ പാലം. അതിൽ നൃത്ത നാടകങ്ങൾ, ബാലേകൾ, ഗംഭീരമായിട്ടുള്ള 3 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ്. അതിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സ് സദേട്ടനായിരുന്നു. സെറ്റിങ്സ് കാണണ്ട. അയ്യപ്പൻ ബാലയൊക്കെ അയ്യപ്പൻ ലാസ്റ്റിൽ ശബരിമല നട തന്നെയാണ് കാണിക്കുക. നിലവിളക്കുകളും കണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള അപാരമായിട്ടുള്ളൊരു ഇതായിരുന്നു. ആൾക്കാർ അത് കണ്ടങ്ങനെ തരുത്തിരിക്കുന്നു. പിന്നെ സദേട്ടനും അതിൻ്റെ പുതിയ ടെക്നിക്കുകൾ, അന്നേ ടെക്നിക്കുകൾ പല ഐഡിയാസ് ആയിരുന്നു. ഇങ്ങനെ ഓരോന്നുണ്ട്. അതിന് കൂടുതൽ എപ്പോഴും ഞാനുണ്ടായി. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ബാലുശ്ശേരിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാൽ നേരെ സദേട്ടൻ്റെ വീട്ടിലാണ് കിടന്നുറങ്ങുക. രാവിലെ അങ്ങോട്ട് വരിക. ചിലപ്പോൾ ഒരു ദിവസം കൂടി അവിടെ നിൽക്കും. അപ്പം പുതിയ ഐഡിയാസുകൾ ഓരോന്ന് അങ്ങനെ ഓരോരോ
പിന്നെ വലിയ വലിയ ഡാൻസ് ടീച്ചേഴ്സിൻ്റെ ട്രൂപ്പുകളായിട്ട് അതുപോലെ തന്നെ നാടകത്തിൻ്റെ ട്രൂപ്പുകളുമായിട്ടുള്ള സദേട്ടൻ്റെ ബന്ധം വളർന്നു. അതിൽ സദേട്ടൻ പറയും പ്രതാപനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രതാപോടെ സംഗീതം, അതിൻ്റെ പിന്നണിയുള്ള സംഗീത പരിപാടി, മ്യൂസിക്, നാടകത്തിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടി ആ ട്രൂപ്പിന് പോകും. അപ്പോൾ അവിടെയുള്ള നാടകത്തിനുള്ള പുതിയ പുതിയ സെറ്റിങ്സുകൾ, കർട്ടൻ വരയ്ക്കാൻ, ചിത്രകല, ചായം, ചമയം, ചിത്രകല, ശില്പകല, ഈ കൊത്തുപണികളൊക്കെ അപാരമായിരുന്നു. ഈ കരിങ്കല്ലിലും മറ്റേ ഈ സിമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കോൺക്രീറ്റ് വർക്കുകളൊക്കെ അപാരമായിട്ടുള്ള കഴിവുള്ള ആളായിരുന്നു സദേട്ടൻ്റെ വർക്ക് നേരിട്ടിരുന്ന് ഞങ്ങൾ കുറേ കാലം അതുമായിട്ട് കൂടെ പോയ ആളിലൊരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാൻ ധാരാളം വാക്കുണ്ട് സദേട്ടനെ പറ്റി പറയുമ്പോൾ. കുറേ ഇപ്പോഴുമുള്ള പല ഇതിലുകൾ, പിന്നെ വരുന്ന പുതിയ നൃത്തശില്പങ്ങൾ, അതിൻ്റെ സ്റ്റിൽസുകൾ, എങ്ങനെയൊക്കെ അതിൻ്റെ ഡയറക്ഷൻസുകൾ, ഡാൻസിൻ്റെ കൂടാണ്ട് അതിൻ്റെ എങ്ങനെയൊക്കെ നിൽക്കണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ള അതിൻ്റെ അതൊക്കെ ഇവർക്ക് പല ട്രൂപ്പിനും പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ സദേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപാര കഴിവ് തന്നെയായിരുന്നു. പിന്നെ ആ ശില്പത്തിലേക്ക് വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെയായിരിക്കും, കൃഷ്ണൻ അതേ രൂപത്തിൽ തന്നെ അതേ ഇതിൽ. പിന്നെ അതിലേക്ക് വേണ്ട പല സാധനങ്ങൾ ഉണ്ടാക്കാൻ ദശാവതാരം ചെയ്യുന്നതിൽ മത്സ്യക്കൂർമ്മ, വരാഹം, മത്സ്യമൊക്കെ സ്റ്റേജിൽ വലുതായിരുന്നു. അത് സത്യവ്രത മാഷ് ഡാൻസിൻ്റെ ട്രൂപ്പിൽ വരുന്ന സമയത്ത് അതിൽ ദശാവതാരം ബാലയെ കാണിക്കുന്ന സമയത്ത് നല്ല നല്ല എല്ലാ അവതാരങ്ങളെയും കാണിച്ചിരുന്നു. അതിൽ നേരിട്ട് തന്നെ അത് നല്ലൊരു രസമായിട്ട് ചെയ്തിരുന്നു സദേട്ടൻ. സെറ്റിങ്സുകളൊക്കെ, കർട്ടനുകൾ ഇപ്പോഴും അദ്ദേഹം വരച്ച കർട്ടനുകൾ കണ്ടാൽ, കൊട്ടാരമൊക്കെ കണ്ടാലും ഇരുന്ന് പോകും, അത്രക്കും ഗംഭീരമായിരുന്നു. എന്തായാലും സദേട്ടൻ്റെ ആത്മാവിന്, സദേട്ടൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും മരിച്ചു. ഭയങ്കര ദുഃഖം. രണ്ടാളും മരിച്ച സമയത്ത് എനിക്ക് വെച്ചാൽ അത് സദേട്ടനെയും പത്നിയും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. കോവിഡ് കാലത്ത് സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്തായിരുന്നു ഞാനും. അതുപോലെ തന്നെ നേരിട്ട് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന്, അദ്ദേഹത്തിൻ്റെ പത്നിക്കുള്ള ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം തന്നെ ഈ അനുസ്മരണ പരിപാടിക്ക് സദേട്ടനെ അനുസ്മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ബാക്കിയുള്ള ശിഷ്യന്മാരും എല്ലാവരും കൂടി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ താഴ്വഴി വന്ന ഒരു ശിഷ്യനായിരുന്നു ഹർഷൻ, KG ആർട്സിലെ ഹർഷൻ ഗംഭീരമായിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. സദേട്ടൻ്റെ മെയിൻ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പല ഇതുണ്ട്. എന്നിരുന്നാലും ഈ അനുസ്മരണ സമിതിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ സദേട്ടൻ്റെ പ്രഥമ പുരസ്കാരം ഏറ്റുവാങ്ങാനിരിക്കുന്ന സുബീഷിന് പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഓർമ്മകളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കലാകാരന്മാർ. അവരൊരു പക്ഷേ ഈ നാടിനും ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ വേണ്ടപ്പെട്ടവരാണ് എന്നതാണ് സത്യം. നാളെ, അതായത് ജൂലൈ 18, നമുക്ക് പ്രിയപ്പെട്ട സദേട്ടൻ, ഘരാന സദൻ നമ്മളോട് വേർപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ട കലാകാരൻ സദേട്ടനാണ്. അതെൻ്റെ ഇളയച്ചൻ സോമരാജനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമാണ്. അവരൊരുമിച്ച് അഭിനയിച്ച നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി എന്ന നാടകം കണ്ട് ചിരിച്ച് ശ്വാസം മുട്ടിയ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. സദേട്ടൻ എന്ന ചിത്രകാരൻ, സദേട്ടൻ എന്ന കോസ്റ്റ്യൂം ഡിസൈനർ, സദേട്ടൻ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇതിനെല്ലാം ഉപരി സ്നേഹനിധിയായ ഒരു മനുഷ്യൻ. ഘരാന സദൻ എന്ന പേര് പിന്നീട് ചായം സദൻ എന്ന് മാറ്റിയെങ്കിലും സദേട്ടൻ ഇന്നും അറിയപ്പെടുന്നത് ഘരാന സദൻ എന്ന പേരിൽ തന്നെയാണ്. പങ്കുവയ്ക്കാൻ ഓർമ്മകൾ ഒരുപാടുണ്ടെങ്കിലും അതെല്ലാം ഒരിക്കലും മറക്കാത്തവണ്ണം എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സദേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ സന്തോഷം തരുന്നൊരു കാര്യം, സദേട്ടൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം എൻ്റെ പ്രിയപ്പെട്ട
സുബീഷിനാണ് നൽകാൻ പോകുന്നത് എന്നതാണ്. തികച്ചും അർത്ഥപൂർണമായ ഈ അംഗീകാരത്തിന് സുബീഷിന് ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം സദേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ഷിബു മുത്താജ്. ജൂലൈ 18 നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട സദേട്ടൻ്റെ, ധരാന സദൻ എന്ന് പറയുന്ന മലയാളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരൻ്റെ ഓർമ്മ ദിനമാണ്. നമുക്കറിയാം, ചായം കൊണ്ടും ചമയവും കൊണ്ടും ചേളന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് വാനോളം ഉയർത്തിയ കലാകാരനാണ് ചായം സദൻ, ധരാന സദേട്ടൻ. സദേട്ടൻ ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല, നല്ല ഒരു അഭിനേതാവ് കൂടിയായിരുന്നു, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു കോസ്റ്റ്യൂം ഡയറക്ടറായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൃത്തസമിതികൾക്ക് വേണ്ടിയും പ്രൊഫഷണൽ നാടക ട്രൂപ്പുകൾക്ക് വേണ്ടിയും അദ്ദേഹം തന്റെ കലാജീവിതം ഒരു സബര്യയായി ചിലവഴിച്ചിട്ടുണ്ട്. ഈ മഹാനായ കലാകാരന്റെ ഓർമ്മ ഇത്തവണ അനുസ്മരണ സമിതി ഓൺലൈനായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനനാണ് ഓർമ്മ ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ധരാന സദൻ അനുസ്മരണ സമിതിയുടെ ഈ വർഷത്തെ ധരാന സദൻ പുരസ്കാരം നേടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ ആർട്ടിസ്റ്റ് VP സുബീഷാണ്. വലിയ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ പ്രഥമ ധരാന സദൻ അനുസ്മരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സ്നേഹം. പ്രിയമുള്ളവരെ, എൻ്റെയും ഒരു ആദ്യകാല ഗുരു ശ്രീ സദേട്ടനായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തായിരുന്നു ചീനഞ്ചേരി എന്ന വീട്. വീടിന് തൊട്ട് പിറകിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സർഗ പ്രതിഭയെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം ശ്രീ ഗോവിന്ദൻകുട്ടി മാഷുമായിട്ട് സഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചിത്രകലയിൽ വളരെയേറെ ഉയരത്തിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് കണ്ടത്. ശ്രീ ഗോവിന്ദൻകുട്ടി മാഷുമായുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം നാടകരംഗത്ത് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധാലുവാക്കി. ഒരുപാട് നാടകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കർട്ടൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാടകങ്ങൾക്ക് വേണ്ടി സെറ്റ് വർക്കും ചമയവും വസ്ത്രാലങ്കാരവും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നായിരുന്നു എല്ലാ അമേച്വർ പ്രൊഫഷണൽ നാടകക്കാരൊക്കെ തന്നെ കർട്ടനും സെറ്റുകളും ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോയിരുന്നത്. പെരുമ്പുയിലുള്ള നാടക കൂട്ടായ്മകൾ അദ്ദേഹത്തിൻ്റെ നടനെ വലുതാക്കിയിട്ടുണ്ട്. ശ്രീ മധു പെരുമ്പുയിൽ, ജയബാലൻ പെരുമ്പുയിൽ, മാധവൻ കുന്നത്ര എന്നിവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടും ചമയവും വസ്ത്രാലങ്കാരവും സെറ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. ശ്രീ ഇബ്രാഹിം വേങ്ങര, അതുപോലെ തന്നെ വിൻസെൻ്റ് സാമുവൽ, MK രവിവർമ്മയ്ക്ക് വേണ്ടി, ഈയാട് ഹരിയേട്ടന് വേണ്ടി, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പല പ്രഗത്ഭരായ നാടക സമിതികൾക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ വർക്ക് കാണാനിടയായിട്ടുണ്ട്. ഒരു കാലത്ത് ചായം സദൻ എന്ന പേരിൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടെങ്കിലും പിന്നീട് ധരാന സദൻ എന്ന പേരിലാണ് കേരളമൊട്ടാകെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ അദ്ദേഹത്തിന് എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ആ കുടുംബത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, പ്രശസ്തനായ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കലാസംവിധായകൻ, ചിത്രകാരൻ, നാടകക്കാരൻ എന്നതിലുപരി സദേട്ടൻ എൻ്റെ അച്ഛനുമായുള്ള, എൻ്റെ വീടുമായിട്ടുള്ള ബന്ധത്തെ ഓർമ്മിക്കുവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിറഞ്ഞ പ്രസന്നതയോടെ, ലാളിത്യത്തോടെ, മധുര നർമ്മങ്ങൾ കൊണ്ട്
എന്നും സന്തോഷപ്രദമായ നിമിഷങ്ങളാണ് സദേട്ടൻ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു ചെറിയ ചിരിയോടെ തന്റെ കഴിവിനെ, തന്റെ കലാനിപുണതയെ ഒളിപ്പിച്ചു വെച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു സദേട്ടൻ. ജീവനുള്ള ഓർമ്മകളായി, നന്മയുടെ സാക്ഷ്യപ്പെടുത്തലായി സദേട്ടൻ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഇന്നും ഒരു എളിയ കലാകാരി എന്ന നിലയ്ക്ക് നാളെക്കുറിച്ച് പ്രത്യാശ നൽകാൻ, നാളത്തെ ഊർജം ലഭിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്മരണാഞ്ജലി. മറ്റുള്ളവർ നോക്കണം, നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പറയില്ല. കുടുംബത്തിന്റെ പേരിലും ഈ സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു. പാതിമയങ്ങിയ നീലനിലാവിൽ തെക്കേ പുറത്തൊന്ന് മാടി വിളിക്കും വെള്ളയണിഞ്ഞൊരൻ അമ്മയോർത്ത് ചുടുകണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. പാതിമയങ്ങിയ നീലനിലാവിൽ തെക്കേ പുറത്തൊന്ന് മാടി വിളിക്കും വെള്ളയണിഞ്ഞൊരൻ അമ്മയോർത്ത് ചുടുകണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. ആയിരം രാവുകൾ പോയി മറഞ്ഞാലും മായാതെ മങ്ങാതെ നിൽക്കുമമ്മ. ആയിരം രാവുകൾ പോയി മറഞ്ഞാലും മായാതെ മങ്ങാതെ നിൽക്കുമമ്മ. അമ്മിഞ്ഞ പാലൂട്ടി വളർത്തിയ കാലം മാറോടണഞ്ഞു കരഞ്ഞതങ്ങോർക്കും. അമ്മിഞ്ഞ പാലൂട്ടി വളർത്തിയ കാലം മാറോടണഞ്ഞു കരഞ്ഞതങ്ങോർക്കും. രാത്രിയിലെന്നെ താരാട്ടിയുറക്കി ഓർമ്മയിലിന്നും ചിരിക്കുന്നൊരമ്മ. രാത്രിയിലെന്നെ താരാട്ടുപാടിയുറക്കി ഓർമ്മയിലിന്നും ചിരിക്കുന്നൊരമ്മ. ശ്രുതിമീട്ടിയെന്നും കൂടെയുണ്ടാവണം കരുണാമയ്യാം അമ്മയെ വണങ്ങണം. ശ്രുതിമീട്ടിയെന്നും കൂടെയുണ്ടാവണം കരുണാമയ്യാം അമ്മയെ വണങ്ങണം. പാതിമയങ്ങിയ നീലനിലാവിൽ തെക്കേ പുറത്തൊന്ന് മാടി വിളിക്കും വെള്ളയണിഞ്ഞൊരൻ അമ്മയോർത്ത് ചുടുകണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. ആഹാ